നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഭാര്യ പിതാവ് ചികിത്സയിൽ. മുഖ്യമന്ത്രി കാണാൻ പോയത് സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ. സംസ്ഥാനത്ത് കനത്ത മഴ, 6 മരണം, 9 ജില്ലകളിൽ റെഡ് അലർട്ട്. കണ്ണൂരിൽ കനത്ത മഴ, മലയോര മേഖലകളിൽ പ്രളയ സാധ്യത, വീടുകളിൽ വെള്ളം കയറി ജനങ്ങളെ മാറ്റി. കാഞ്ഞിരക്കൊല്ലിയിൽ ഉരുൾപൊട്ടി. വാണിജ്യ LPG സിലിണ്ടർ വില കുറച്ചത് 200 രൂപയിലേറെ. PMC പദ്ധതി സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്രം. മഴക്കെടുതി രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനത്തിനും പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങുക CPM. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം, DYFI യൂത്ത് ബ്രിഗേഡ് സജ്ജം. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യക്ക് പരോക്ഷ പിന്തുണ നൽകി ഇന്ത്യക്കെതിരെ ആംനസ്റ്റി ഇന്റർനാഷണൽ. സമ്പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷാ പ്രദേശങ്ങളാക്കാൻ പദ്ധതി. PM ശ്രീ പദ്ധതി സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്രം. PM ശ്രീയിൽ പിന്മാറാനാകില്ലെന്ന UDF സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും അവകാശവാദം പച്ചക്കള്ളമെന്ന് തെളിഞ്ഞു. പദ്ധതിയിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പിന്മാറാമെന്ന മുസ്ലിം ലീഗ് MP PV അബ്ദുൾ വഹാബിന്റെ ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി രാജ്യസഭയിൽ മറുപടി നൽകി. PM ശ്രീയിൽ ഒരു കാരണവശാലും UDFന് പിന്മാറാകില്ലെന്ന കള്ളമാണ് മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിമാരായ N ഷംസുദ്ദീനും KM ഷാജിയും പ്രചരിപ്പിച്ചത്. കേരളം PM ശ്രീ ഒപ്പിടുകയോ പിന്മാറുകയോ ചെയ്തിട്ടുണ്ടോ? പിന്മാറിയാൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങളൊക്കെ കേന്ദ്ര സഹായത്തിൽ കുറവുണ്ടാകുമോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് വഹാബ് ഉന്നയിച്ചത്. അതിനുള്ള മറുപടി ഇങ്ങനെ: 2025 ഒക്ടോബർ 23 കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. എന്നാൽ PM ശ്രീ സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നില്ല. പിന്മാറിയാൽ ആനുകൂല്യങ്ങൾ നഷ്ടമാകും. ധാരണാപത്രത്തിൽ ഒപ്പിട്ടെങ്കിലും പദ്ധതിയുമായി മുന്നോട്ടു പോകേണ്ടെന്ന് മുൻ LDF സർക്കാർ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന് കീഴിലെ സ്കൂളുകളൊന്നും PM ശ്രീക്ക് വിട്ടുകൊടുത്തില്ല. കോൺഗ്രസ് MP JB മേത്തർക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി നൽകിയ മറുപടിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നൂറുകണക്കിന് സർക്കാർ സ്കൂളുകൾ PM ശ്രീക്ക് വിട്ടുകൊടുത്തെന്നും മറുപടിയിൽ പറയുന്നു. പാഠ്യപദ്ധതിയിൽ പൂർണ്ണ അധികാരമില്ല. PM ശ്രീയുമായി മുന്നോട്ട് പോയാലും പാഠ്യപദ്ധതി നിർണ്ണയിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണെന്ന UDFന്റെ അവകാശവാദവും പൊളിഞ്ഞു. PM ശ്രീ സ്കൂളുകളിൽ സംസ്ഥാനങ്ങൾ സ്വന്തം സിലബസ് സ്വീകരിക്കാനാകുമോ എന്ന V ശിവദാസൻ MPയുടെ ചോദ്യത്തിന് വിദ്യാഭ്യാസ സഹമന്ത്രി നൽകിയ മറുപടിയിൽ പാഠ്യപദ്ധതി നിശ്ചയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അധികാരം ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി. സംസ്ഥാന ബോർഡ് അംഗീകാരമുള്ള PM ശ്രീ സ്കൂളുകളിൽ സംസ്ഥാന സിലബസ് പിന്തുടരാമെങ്കിൽ ആ സിലബസിന്റെ ഘടന, പുതിയ വിദ്യാഭ്യാസ നിയമം, ദേശീയ കരിക്കുലം, ചട്ടക്കൂട് എന്നിവയുമായി പരമാവധി ചേർന്ന് പോകുന്നതാകണം. പാഠ്യപദ്ധതിയിൽ നിർണയത്തിൽ സംസ്ഥാനങ്ങൾക്ക് അവകാശ പരിമിതിയാണെന്ന് ഇതോടെ വീണ്ടും വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായാൽ സംസ്ഥാനത്തിന്റെ പാഠ്യപദ്ധതി നിർണയാവകാശം പോലും നഷ്ടമാകുമെന്ന് ശിവദാസൻ NP ചൂണ്ടിക്കാട്ടി. PM ശ്രീയുടെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങൾക്ക് 3105 കോടി രൂപ ഇതിനകം അനുവദിച്ചെന്നും എന്നാൽ കേരളത്തിന് 1 രൂപ പോലും ലഭിച്ചിട്ടില്ലെന്നും എന്ന മറുപടിയിൽ പറയുന്നു. PM ശ്രീയുടെ പേരിൽ LDF സർക്കാരിന് കേന്ദ്ര ഫണ്ട് ലഭിച്ചെന്ന UDFന്റെ കള്ളപ്രചരണമാണ് ഇതോടെ പൊളിഞ്ഞത്. ചികിത്സയിൽ കഴിയുന്ന ഭാര്യ പിതാവിനെ കാണാൻ മുഖ്യമന്ത്രി VD സതീശൻ പോയത് സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് മുഖ്യമന്ത്രി പറന്നത് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യ പിതാവിനെ സന്ദർശിക്കാനായിരുന്നു. ഔദ്യോഗിക ആവശ്യങ്ങൾക്കാണ് സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരുന്നത്. ഇതേ ഹെലികോപ്റ്ററിലാണ് ആലുവ കരോത്തുംകുഴി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യ പിതാവ് വേലായുധക്കുട്ടിയെ കാണാൻ മുഖ്യമന്ത്രി ഇന്നലെ യാത്ര തിരിച്ചത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ ദൂർത്തെന്നായിരുന്നു മാധ്യമങ്ങൾ പോലും ആരോപിച്ചിരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പിണറായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു എന്നായിരുന്നു അന്ന് പല മാധ്യമങ്ങളും വിമർശിച്ചത്. എന്നാൽ അവയവദാന ദൗത്യങ്ങൾക്കായി നിരവധി തവണയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ എയർ ആംബുലൻസ് ആയും അവയവങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കാനായും ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്ററിനെയാണ് മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്തത്. സംസ്ഥാനത്ത് കനത്ത മഴ, 6 മരണം, 9 ജില്ലകളിൽ റെഡ് അലർട്ട്. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. വിവിധ ജില്ലകളിലുണ്ടായ അപകടങ്ങളിൽ ഇന്ന് 6 പേർക്ക് ജീവൻ നഷ്ടമായി. കോട്ടയം പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തിൽ വീട് ഇടിഞ്ഞു വീണ് അമ്മയും മകനും മരിച്ചു. ഇടുക്കി കോലാഹലമേട്ടിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് വൈക്കം സ്വദേശിയും അടൂർ മലയിൽ മണ്ണിടിച്ചിൽ ഒരു വീട്ടമ്മയും മരിച്ചു. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഒഴുക്കിൽപ്പെട്ട് 4 വയസ്സുകാരനും, കോട്ടയം വാകത്താനം
ചക്കൻചെറിയിൽ വെള്ളക്കെട്ടിൽ വീണ് 11 വയസ്സുകാരൻ ജീവൻ നഷ്ടമായി. വരും മണിക്കൂറുകളിലും അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ കൂടി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതോടെ നിലവിൽ സംസ്ഥാനത്തെ 9 ജില്ലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നത്. വയനാട്ടിലും മഴ കനക്കുകയാണ്. മഴ ശക്തമായതോടെ പ്രധാന നദികളിലെല്ലാം ജലനിരപ്പ് ഉയരുകയാണ്. മലയോര മേഖലകളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കണ്ണൂരിൽ കനത്ത മഴ, മലയോര മേഖലകളിൽ പ്രളയ സാധ്യത, വീടുകളിൽ വെള്ളം കയറി ജനങ്ങളെ മാറ്റി. കാഞ്ഞിരക്കൊല്ലിയിൽ ഉരുൾപൊട്ടി. ജോസ്ഗിരി 284 മില്ലിമീറ്റർ, മണിക്കടവ് 261.4 മില്ലിമീറ്റർ, പാത്തൻപാറ 256 മില്ലിമീറ്റർ, കരിക്കോട്ടക്കരി 231 mm, മാമ്പോയിൽ 231 മില്ലിമീറ്റർ മഴ ലഭിച്ചു. കണ്ണൂർ ജില്ലയിൽ മലയോര മേഖലകളിൽ കെടുതി വ്യാപക മഴക്കെടുതി. കൊട്ടിയൂർ പാൽച്ചുരത്തിൽ ചെകുത്താൻ തോടിന് സമീപം മണ്ണിടിഞ്ഞു. കാഞ്ഞിരക്കൊല്ലിയിൽ ഉരുൾപൊട്ടി. കല്ലും മണ്ണും റോഡിലേക്ക് വീണതിനാൽ പല സ്ഥലത്തും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇനിയും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾക്ക് ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. കനത്ത മഴയെ തുടർന്ന് ആറളം ഫാമിന്റെ 11, 13 ബ്ലോക്കുകളിൽ വെള്ളം കയറി. ആളുകളെ തൊട്ടടുത്ത അങ്കണവാടിയിലേക്ക് മാറ്റി. പെരിങ്ങോം കോഴിച്ചാൽ പ്രദേശത്ത് മണ്ണിടിഞ്ഞു. ഫയർ സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് എത്തി. ഉളിക്കൽ പഞ്ചായത്തിലെ വട്ട്യാന്തോട് പാലത്തിൽ വെള്ളം കയറി. ഉളിക്കൽ പഞ്ചായത്തിലെ മണിക്കടവ് ചപ്പാത്ത് പാലം വെള്ളത്തിനടിയിലായി. വളവട്ടൺ പുഴയുടെ പോഷക നദിയായ ബാവലിപ്പുഴയുടെ തീരത്തെ അണുങ്ങോട്ട് പ്രദേശങ്ങളിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നില 58 മീറ്റർ കടന്നതായി അധികൃതർ അറിയിച്ചു. 58.4 മീറ്ററാണ് അപകടനില. പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഇന്ന് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 വരെയായി വിവിധ പ്രദേശങ്ങളിൽ വൻ മഴയാണ് ലഭിക്കുന്നത്. 200 മില്ലിമീറ്റർ മഴ കൂടിയാൽ പ്രളയ സമാനമാണ്. മണിക്കടവ് 261.4, പാത്തൻപാറ 256 മില്ലിമീറ്റർ, കരിക്കോട്ടക്കരി 231 mm, മാമ്പോയിൽ 231 mm എന്നിങ്ങനെയാണ് കൂടുതൽ മഴ ലഭിച്ച പ്രദേശം. കാഞ്ഞിരക്കൊല്ലിയിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് വൃഷ്ടിപ്രദേശങ്ങളിൽ വെള്ളം ഇരച്ചു വരുന്നുണ്ട്. സമ്പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷാ പ്രദേശങ്ങളാക്കാൻ പദ്ധതി. ഒരു പ്രദേശത്തെ മുഴുവൻ പേരെയും ഇൻഷുറൻസ് പരിരക്ഷയുള്ളവരാക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറി, ഹാപ്പിനെസ് ഫൗണ്ടേഷൻ ചേർന്ന് നാഷണൽ ഇൻഷുറൻസ് കോർപ്പറേഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പോളിസിയാണ് നൽകുന്നത്. 35 രൂപയാണ് ഇൻഷുറൻസ് പ്രീമിയം. 10 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം. സാംസ്കാരിക പ്രവർത്തകർ, ലൈബ്രറിമാർ, ഡാൻസ്, നാടക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങി എല്ലാ മേഖലയിലും ഉള്ളവരെ ഉദ്ദേശിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. APJ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ടൗൺ പ്രദേശത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷാ പ്രദേശമാക്കി മാറ്റലാണ് ആദ്യഘട്ടം. ജില്ലയിലെ മറ്റ് ക്ലബ്ബുകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ തുടങ്ങിയവർക്കൊക്കെ ഹാപ്പിനെസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പാക്കാൻ സൗകര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾ കാൽടെക്സ് വലിയവളപ്പുകാവ് റോഡിലെ ഓഫീസിൽ ലഭ്യമാകും. ഫോൺ 944 73 72 316. ഇൻഷുറൻസ് പദ്ധതിക്ക് ശനിയാഴ്ച തുടക്കമായി. APJ അബ്ദുൽ കലാം ലൈബ്രറിയൻ C വിജിന, ഭരണസമിതി അംഗം E രഞ്ജിത്ത് എന്നിവർക്ക് പോളിസി നൽകി. ഹാപ്പിനെസ് ഫൗണ്ടേഷൻ ചെയർമാൻ PK ബൈച്ചു ഉദ്ഘാടനം ചെയ്തു. രാജീവൻ കാട്ടാമ്പള്ളി സംസാരിച്ചു. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചും ഫണ്ട് അനുവദിക്കാതെയും തദ്ദേശ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന UDF സർക്കാർ നയത്തിനെതിരെ ജനപ്രതിനിധികൾ സമരരംഗത്ത്. LDF നേതൃത്വത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ ഓഫീസുകളിലേക്ക് മാർച്ച് ചെയ്തു. ആഗസ്റ്റ് 3-നും വിവിധ കേന്ദ്രങ്ങളിലേക്ക് ജനപ്രതിനിധികളും ബഹുജനങ്ങളും മാർച്ച് നടത്തും. LDF സർക്കാർ ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടായി 10,189 കോടി രൂപ നീക്കിവെച്ചപ്പോൾ UDF സർക്കാർ 8,655 കോടി രൂപയാക്കി കുറച്ചു. 1,533 കോടി കുറവ്. കോർപ്പറേഷനുകളിൽ 569 കോടി, നഗരസഭകളിൽ 222 കോടി, ത്രിതല പഞ്ചായത്തുകളുടെ വിഹിതത്തിൽ 741 കോടി എന്നിങ്ങനെ കുറഞ്ഞു. വാണിജ്യ LPG സിലിണ്ടർ വില കുറച്ചത് 200 രൂപയിലേറെ. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വില കുറച്ചു. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ 209 രൂപയാണ് കുറച്ചത്. ഓഗസ്റ്റ് 1 മുതൽ പുതിയ നിരക്കുകൾ നിലവിൽ വന്നു. വില കുറവും പ്രകാരം ഡൽഹിയിൽ 19 കിലോഗ്രാം സിലിണ്ടറിന് 202 രൂപയും കൊൽക്കത്തയിൽ 209 രൂപയുമാണ് കുറഞ്ഞത്. പുതുക്കിയ നിരക്കുകൾ അനുസരിച്ച് കൊൽക്കത്തയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 2,872 രൂപ 50 പൈസയായി. രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിലെല്ലാം ഇത്തരത്തിൽ വില കുറവ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന 14 കിലോഗ്രാം ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ മാസവും വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില കുറച്ചിരുന്നു. പുതിയ ഇളവ് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, മറ്റ് വ്യാപാരികൾ എന്നിവർക്ക് വലിയ ആശ്വാസമാകും. അന്താരാഷ്ട്ര വിപണിയിലെ ഇന്ധന വിലയിലുണ്ടായ മാറ്റങ്ങളാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിലുണ്ടായ കുറവിന് കാരണം.
UDF സംഘപരിവാറിന് കീഴടങ്ങി പിണറായി. സംഘപരിവാറിന്റെ കാവ്യവൽക്കരണ അജണ്ടയ്ക്ക് മുന്നിൽ UDF സർക്കാർ ഓച്ഛാനിച്ചു നിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിയമപരമായി നിർബന്ധമില്ലാതിരുന്നിട്ടും PM ശ്രീ നടപ്പാക്കാനുള്ള UDFന്റെ അമിതാവേശം സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താനാണ്. പ്രതിപക്ഷത്തിനിരുന്നപ്പോൾ പറഞ്ഞതെല്ലാം കാറ്റിൽ പറത്തിയുള്ള തീരുമാനം മതനിരപേക്ഷ കേരളത്തോടുള്ള കടുത്ത വഞ്ചനയാണ്. പദ്ധതിയിൽ നിന്നും പിന്മാറാനാവില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് പാർലമെന്റ് രേഖകൾ തെളിയുന്നു. സംസ്ഥാനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിന്മാറാമെന്നും പദ്ധതി വിഹിതം മാത്രമാണ് നഷ്ടപ്പെടുകയെന്നും രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. PM ശ്രീ കേരളത്തിൽ നടപ്പാക്കുകയോ അതിനായി ₹1 പോലും കേന്ദ്രത്തിൽ നിന്നും കൈപ്പറ്റുകയോ ചെയ്തിട്ടില്ലെന്നും അറിയിച്ചിട്ടുണ്ടെന്നും പിണറായി പറഞ്ഞു. മഴക്കെടുതി രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനത്തിനും പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങുക CPM. സംസ്ഥാനത്ത് രൂക്ഷമായ മഴക്കെടുതി തുടരുന്ന പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനത്തിനും പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തു. അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും പാലിച്ച് സുരക്ഷിതരായിരിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം. ദുരിതബാധിതർക്ക് ഭക്ഷണവും വെള്ളവും അവശ്യ വസ്തുക്കളും ഉറപ്പാക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. ദുരിത മേഖലയിൽ ആരും ഒറ്റപ്പെട്ടു പോയിട്ടോ കുടുങ്ങിക്കിടക്കുന്നോ ഇല്ല എന്നുറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. ഇവിടങ്ങളെല്ലാം CPM പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട്. അപകട ഭീഷണിയുള്ള മേഖലയിലെ എല്ലാവരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു എന്ന് പാർട്ടി പ്രവർത്തകർ ഉറപ്പാക്കണം. മഴ ഒഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൈകോർത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. പെർഫ്യൂം നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. കുറഞ്ഞ മുതൽ മുടക്കിൽ നിർമ്മാണവും നല്ല വിപണനവും ലഭ്യമാക്കുന്ന പെർഫ്യൂം നിർമ്മിക്കുന്നതിന് പരിശീലനം നൽകുന്നു. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറി സംരംഭ കമ്പനിയും ഹാപ്പിനെസ് ഫൗണ്ടേഷൻ നേതൃത്വത്തിലാണ് നിർമ്മാണ ക്ലാസ്സിന് പുറമെ ഓൺലൈൻ ഓഫ്ലൈൻ മാർക്കറ്റിംഗ്, വിവിധ ലൈസൻസുകൾ, പോസ്റ്റർ, വീഡിയോ നിർമ്മാണം എന്നിവയിലും പരിശീലനം നൽകും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് ക്ലാസ്. കണ്ണൂർ കാൽടെക്സ് വലിയ വളപ്പുകാവ് റോഡിലുള്ള ലൈബ്രറിയിൽ പേര് രജിസ്റ്റർ ചെയ്യാം. ഫോൺ 944 73 72 316. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യക്ക് പരോക്ഷ പിന്തുണ നൽകി ഇന്ത്യക്കെതിരെ ആംനസ്റ്റി ഇന്റർനാഷണൽ. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കും യുദ്ധകുറ്റങ്ങൾക്കും ഇന്ത്യയുടെ പരോക്ഷ പിന്തുണയുണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ആംനസ്റ്റി ഇന്റർനാഷണൽ. ഗാസയിൽ വംശഹത്യ നടത്താൻ ഇസ്രായേൽ ഉപയോഗിച്ച ആയുധങ്ങളിൽ വലിയൊരു ശതമാനം ഇന്ത്യയിൽ നിന്നായിരിക്കാമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്ക ഇസ്രായേൽ സഖ്യം ലോകത്താകെ തുടരുന്ന അവർണ വിഭജനം, വംശഹത്യ, അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഇന്ത്യ എങ്ങനെ പങ്കാളിയാവുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ, ദി സപ്ലൈ ഓഫ് വെപ്പൺസ് ആൻഡ് അമ്യൂണിഷൻ ടു ഇസ്രായേൽ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാർ ഇസ്രായേലിന്റെ ആയുധങ്ങളുടെ ഒരു പ്രധാന വിതരണക്കാരാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ചെറിയ ആയുധങ്ങൾ, ഭാഗങ്ങൾ, മെഷീൻ ഗൺ ഘടകങ്ങൾ, സ്പോർട്സ് വസ്തുക്കൾ, പീരങ്കി ഷെല്ലുകൾ തുടങ്ങിയവ വെടിക്കോപ്പുകൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബർ 7-നും 2025 നവംബർ 30-നും ഇടയിൽ 2500 കയറ്റുമതി നടന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. പഴശ്ശി ഡാം ഷട്ടറുകൾ 4 മീറ്ററായി ഉയർത്തി. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. ശക്തമായ മഴയിൽ പഴശ്ശി ഡാമിന്റെ റിസർവറിലേക്കുള്ള നീരൊഴുക്ക് വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി 15 ഷട്ടറുകളും 4 മീറ്ററായി ക്രമാനുഗതമായി ഉയർത്തി. ഇതേ തുടർന്ന് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളായ പടിയൂർ, പായം, വെളമന, കീഴൂർ, മയത്തൂർ, ചാവശ്ശേരി എന്നിവിടങ്ങളിൽ ബാവലിപ്പുഴയുടെ ഇരുകരകളിലും ജലം ഒഴുകിപ്പോകുന്ന വളപട്ടണം പുഴയുടെ പടിയൂർ, ചാവശ്ശേരി, പൊറോള, എളയന്നൂർ, കൊട്ടാരം, മട്ടന്നൂർ, കൂണ്ണാളി പഞ്ചായത്തിലെ ആയിപ്പുഴ, നെടുകുളം കടവ് എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് സജ്ജം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ജനജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകരും രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി. ജില്ലാ ഭരണകൂടം, ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുമായി ഏകോപനം പുലർത്തി പ്രവർത്തിക്കണം. ദുരിതബാധിതരെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനും ക്യാമ്പുകളിലേക്ക് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭക്ഷണം, കുടിവെള്ളം, മരുന്ന് തുടങ്ങിയ അവശ്യ സാധനങ്ങളും വിതരണം, ശുചീകരണ പ്രവർത്തനങ്ങൾ, രക്തദാനം എന്നിവയിലും സജീവ പങ്കാളിത്തം വഹിക്കണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. മനുഷ്യത്വമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയമെന്നും ദുരിതഘട്ടത്തിൽ ജനങ്ങളോടൊപ്പം ഉറച്ചു നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ
മുഴുവൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരും സന്നദ്ധരാകണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശന വിലക്ക് മഴ ശക്തിയായി തുടരുന്നതിനാൽ അപകട സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ സന്ദർശകരുടെ പ്രവേശനത്തിന് വിലക്കേർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ജില്ലയിലെ DTPC, വനവകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് പ്രവേശന വിലക്കേർപ്പെടുത്തിയത്. ഇവയുടെ നിയന്ത്രണത്തിലുള്ള ജലാശയങ്ങളിൽ കുളിക്കാനിറങ്ങുന്നതും കടൽത്തീരങ്ങളിലും പുഴകളിലും വിനോദ പരിപാടികളിൽ ഏർപ്പെടുന്നതും വിലക്കിയിട്ടുണ്ട്. ഹൗസ് ബോട്ട്, ട്രക്കിംഗ്, ബോട്ടിംഗ്, കയാക്കിംഗ്, റാഫ്റ്റിംഗ് എന്നിവയ്ക്കും നിരോധനമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്താൻ DTP സെക്രട്ടറി, DFO, ആറളം വൈൽഡ് ലൈഫ് വാർഡൻ എന്നിവർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി.